നമസ്കാരം എല്ലാവർക്കും. അപ്പം ഓണക്കാലം വരവായി. പൊതുവേ ഈ ഓണത്തിന്റെ ഡിഷസ് പായസം, തോരൻ, അവിയൽ എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും ഒരുപാട് പേര് വീഡിയോസ് ഇടും. അപ്പോൾ എനിക്കറിയാവുന്നതെന്ന് പറഞ്ഞാൽ ഒരു അവൽ പായസമാണ്. അവൽ പായസം എന്ന് പറഞ്ഞാൽ ഇത് 18-ാം നൂറ്റാണ്ട് നമ്മൾ കേരളീയർ ഉണ്ടാക്കിയ ഒരു പായസമാണ്. സിമ്പിൾ ഒരു റെസിപ്പിയാണ്. അതിലോട്ട് നമുക്ക് പോവാം. നമുക്ക് കരിപ്പൊട്ടി ഉരുക്കിയതാണ്, പിന്നെ നമ്മുടെ തേങ്ങാക്കൊത്താണ്, പിന്നെ നമ്മുടെ സ്വന്തം വെളിച്ചെണ്ണ, പിന്നെ അരിപ്പൊടി, പിന്നെ വെള്ളത്തിൽ കൂർക്കാൻ വെച്ചിരിക്കുന്ന അവലാണ്. വെള്ളത്തിൽ കൂർത്ത് വെച്ചിരിക്കുന്ന അവലാണ്. ഇത് 1-ാം പാല്, ഇത് 2-ാം പാല്. അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണ ഒഴിക്കുന്നു. വെളിച്ചെണ്ണയിൽ നമ്മൾ ആ തേങ്ങ കൊത്ത് ഫ്രൈ ചെയ്ത് ബ്രൗൺ കളർ, നല്ല ബ്രൗൺ കളറിൽ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നു. അതിനുശേഷം ആ വെളിച്ചെണ്ണയിൽ തന്നെ നമ്മുടെ അവൽ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന അവൽ നമ്മൾ ഫ്രൈ ചെയ്യുന്നു. അതും ഒരു ഒരു 10 മിനിറ്റ് സ്ലോ ഫയറിൽ ക്രിസ്പി ആവുന്നവരെ സോട്ട് ചെയ്തതിനു ശേഷം അതിന് സെക്കൻഡ് പാലും ഒഴിച്ചിട്ട് അതിനൊരു 10 മിനിറ്റോളം വേവിക്കാൻ വിട്ടിട്ട് അതിനുശേഷം നമ്മുടെ കരിപ്പൊട്ടിയുടെ ലിക്വിഡ് നമ്മൾ ഒഴിക്കുന്നു. അതും ഒരു 10 മിനിറ്റോളം വേവിക്കാൻ വിട്ടിട്ട് അതിനുശേഷം നമ്മൾ ലാസ്റ്റ് ഫൈനൽ സ്റ്റേജിൽ നമ്മൾ ഫസ്റ്റ് പാലൊഴിച്ച് നമ്മൾ ഫിനിഷ് ചെയ്യുന്നു. എന്നിട്ട് കുറച്ച് വറുത്ത തേങ്ങ വറുത്ത കൂടി നമ്മൾ ഇടുന്നു. സംഗതി റെഡിയായി കഴിഞ്ഞു. അപ്പം ഇത് നെയ്യൊന്നും ഇല്ലാത്തതാണ്, കിടിലമാണ്, സൂപ്പറാണ്. തേങ്ങാപ്പാലിൻ്റെ ഫ്ലേവർ എല്ലാം കൂടി ചേരുമ്പോഴത്തേക്കും പ്രത്യേകം ടേസ്റ്റാണ്, സൂപ്പറാണ്. നെയ്യ് ഇല്ലാത്തപ്പോഴത്തേക്കും നല്ലൊരു ഫ്ലേവർ എടുക്കുന്നു കേട്ടോ, സൂപ്പറാണ്. അപ്പോൾ എന്തായാലും ഈ ഓണത്തിന് എൻ്റെ വക ഒരു ചെറിയ സമ്മാനമാണ്. ഓക്കെ, എന്നാലും